ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട്ടുകുറിശി 6-ാം വാർഡിൽ അണ്ണടമ്പ് നീലമംഗലം റോഡ് പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുകയും 2025 സെപ്റ്റംബർ 3-ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഉദ്ഘാടന സമയത്ത് സ്ഥാപിച്ച ശിലാഫലകം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ കരാറുകാരന് ബില്ല് പാസ്സാവാതെ വരികയും തുടർന്ന് കരാറുകാരൻ ഡിസംബർ 3-ന് ഉദ്ഘാടന സമയത്ത് സ്ഥാപിച്ച ശിലാഫലകം എടുത്തു മാറ്റുകയും പകരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പുതിയ ശിലാഫലകം ഡിസംബർ 4-ന് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 6-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി കല്ലംപറമ്പിൽ രാജനും മറ്റു കോൺഗ്രസ് പ്രവർത്തകരും ഉദ്ഘാടനത്തിന്റെ സമയത്ത് വെച്ച ശിലാഫലകം നശിപ്പിച്ചത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPIM-ലെ P അരവിന്ദാക്ഷൻ മാസ്റ്ററും പ്രവർത്തകരുമാണെന്ന രീതിയിൽ വിവിധ സമൂഹ മാധ്യമ പേജുകളിൽ പ്രചരിപ്പിക്കുകയും ധാരാളം പേർ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തതായി കണ്ടുവെന്നും ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കുളക്കാട്ടുകുറിശിയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ IT ആക്ട് പ്രകാരവും ജനപ്രാതിനിധ്യ നിയമപ്രകാരവുമുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർക്കും ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ SHO-വിനും പരാതി നൽകിയതായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി P അരവിന്ദാക്ഷൻ മാസ്റ്ററുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് N ബാലസുബ്രഹ്മണ്യൻ ന്യൂസ് വണ്ണിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട പാലക്കാട് MP-യുടെ 10 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കുളക്കാട്ടുകുറിശി അണ്ണടമ്പ് റോഡ് ഉദ്ഘാടനം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അതിന്റെ ഒരു ഫലകം 3/9 അവിടെ സ്ഥാപിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ വരെ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ന് ആ ഫലകം കാണാനില്ല എന്ന് ഇന്നലെ പറയുകയും ഇന്ന് രാവിലെ അവിടെ വീണ്ടും പുതിയൊരു ഫലകം വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ കരാറുകാരനോട് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിച്ച സമയത്ത് കരാറുകാരൻ അയാൾക്ക് ഇതിന്റെ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി പഴയ ഫലകം എടുത്തു മാറ്റുകയും പുതിയത് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വസ്തുത ഇതായിരിക്കെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും UDF സ്ഥാനാർത്ഥിയും അയാളുടെ അനുയായികളും LDF സ്ഥാനാർത്ഥിക്കും ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടി പ്രവർത്തകർക്കുമെതിരെ കുപ്രചരണം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും പ്രചരിപ്പിച്ച് LDF സ്ഥാനാർത്ഥിക്ക് അപവാദ പ്രചരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയ്ക്ക് IT ആക്ട് പ്രകാരം പോലീസ് സ്റ്റേഷനിലും ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടവും അതിന്റെ നിയമാനുസൃതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന് റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ അധികാരികൾ എടുക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ